ഹലോ ഗായ്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇത് ആക്ച്വലി ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. എനിക്കിടാൻ സമയം കിട്ടിയത് ഒന്നാണ്. എന്താ വെച്ചാൽ കഴിഞ്ഞ 2 ദിവസമൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിപ്പോയി ഗൈസ്. സത്യം പറയാമല്ലോ, ഒന്ന് വീഡിയോ ഇടാൻ പോലുള്ള സമയം എനിക്ക് കിട്ടിയില്ല. പിന്നെ വൈകുന്നേരമെല്ലാം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടയർഡാണ്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ടൈമിൽ വീഡിയോ ഇടാഞ്ഞത്. സൺഡേ കുറച്ച് ബിസി ആയിരുന്നു. ഓക്കെ, സോറി ഫോർ ദ ലേറ്റ് പോസ്റ്റ്. നമ്മൾ സൺഡേ മോർണിംഗ് എണീച്ച് പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബ്രഷ് ചെയ്ത് ഫേസ് വാഷൊക്കെ ആയിട്ട് മുഖം ഒന്ന് കഴുകാൻ പോവുകയാണ്. സോ എന്നും ദിവസവും രാവിലെ നിങ്ങളോട് ഞാൻ പറയുന്ന സ്ഥിരം പല്ലവി, സ്ഥിരം കാര്യങ്ങൾ തന്നെ. ഞാൻ ആക്ച്വലി ചില സമയത്ത് ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ബ്രഷ് ചെയ്യാറുണ്ട്. ചില സമയത്ത് എനിക്ക് മൂഡ് തോന്നുമ്പോൾ ഞാൻ പുറത്തുനിന്ന് ബ്രഷ് ചെയ്യാറുണ്ട്. ഈ പുറത്തുള്ള പൈപ്പില്ല, അതിൽ കുറച്ച് ചെറുങ്ങനെ വെള്ളം വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഹിമാലയയുടെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി എനിക്ക് മാറ്റാനായിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇതുപോലത്തെ 2 ഡബ്ബയിൽ വാങ്ങിച്ചിട്ടുണ്ട് ഹിമാലയയുടെ ഫേസ് വാഷ്. അപ്പം ഞാൻ ഇത് തീർന്നു കഴിഞ്ഞാൽ മിക്കതും വേറെ ഒരെണ്ണം ഓർഡർ ചെയ്യും, വേറെ ഏതെങ്കിലും നല്ല നോക്കിയിട്ട്. ഇത് ഇട്ട് കഴിഞ്ഞാൽ സ്കിന്ന് വല്ലാതെ ഡ്രൈ ആവുന്നുണ്ട്. ഓൾറെഡി എൻ്റെ അപ്പൂൻ്റെ ഡ്രൈ സ്കിന്നാണ്. സോ ഇതുകൂടെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി ഡ്രൈ ആവും. സോ വേറെ നല്ലൊരു ഫേസ് വാഷ് എനിക്ക് വാങ്ങണം. അപ്പം നമ്മളെന്ത് ചെയ്യണം, നല്ല രീതിയിൽ മുഖമൊക്കെ ഫേസ് വാഷ് ചെയ്യണം. സത്യം പറഞ്ഞ് രാവിലെ എണീച്ച് ചടങ്ങാണില്ലേ, പല്ല് തേക്കണം, കുളിക്കണം, ഫേസ് വാഷ് ചെയ്യണം. എന്തൊക്കെ പരിപാടിയാണ്. ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ, നിങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുമ്പോൾ സൺഡേ എണീച്ച് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്യണമെന്നില്ല, കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ ചെയ്താലും മതി. വലിയ നിർബന്ധമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന്. അപ്പോൾ മുഖമൊക്കെ ഫേസ് വാഷ് ഇട്ട് കഴിക്കുന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളം കുടിക്കുന്നു. സാധാരണ ചില ആൾക്കാർ രാവിലെ എഴുന്നേറ്റ പാടെ തന്നെ വെള്ളം കുടിക്കാറുണ്ട്. ഞാൻ ചില ദിവസങ്ങളിൽ പല്ല് തേച്ചതിന് ശേഷമാണ് വെള്ളം കുടിക്കുക. അതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടായില്ല, തലേന്ന് നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ടായില്ല. സോ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെ എന്ത് കാണിക്കാനാണ് പിന്നെ എടുത്ത് കുടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആകെ ഒറ്റ സിപ്പ് മാത്രമേ എനിക്ക് വെള്ളം കിട്ടിയുള്ളൂ. അപ്പോൾ അകത്ത് പോയി വെള്ളമൊക്കെ കുടിച്ചു. ഒരു മിനിറ്റ്, ഇപ്പോൾ സമയം 8:45 9 ഉണ്ടാവും. ഞാൻ ഈ സമയത്ത് ചായ കുടിച്ചിട്ടില്ല. അപ്പം ഞാൻ ഇന്നലെ മസാല ദോശ ഉണ്ടാക്കാൻ അപ്പൂന് വാക്ക് കൊടുത്തായിരുന്നു. അപ്പം നമുക്ക് പോയി മസാല ദോശ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് വരാം. ദോശമാവ് താഴെ കടയിൽ കിട്ടും, അപ്പോൾ ദോശമാവ് വാങ്ങാം. പിന്നെ ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാമ്പാറിനുണ്ടാക്കാൻ എന്തായാലും സമയമില്ല. അപ്പോൾ ദോശമാവും വാങ്ങിച്ചിട്ട് വരാം. ഈ ലിഫ്റ്റ് താഴേക്ക് പോയി മേലേക്ക് വരണം ഇനി. അപ്പോൾ ഇന്നലെ സത്യം പറഞ്ഞാൽ വാങ്ങിക്കാൻ നമുക്ക് ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ പോയി വാങ്ങിക്കുന്നത്. എന്തായാലും ലേറ്റായി. ബട്ട് ഗൈസ്, നിങ്ങൾ എന്ത് തന്നെയാണേലും നേരത്തെ കഴിക്കണം ഫുഡ്. ഞങ്ങൾ പിന്നെ സൺഡേ ഉള്ളൊരു ദിവസം ഇങ്ങനെയൊക്കെയാണ്. ഒരു മിനിറ്റ്, നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് പോകേണ്ടത്. സോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് 8 മണീൻ്റെ മുന്നേ ഒക്കെ കഴിക്കാൻ നോക്കുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഞാൻ നേരത്തെ എണീക്കുന്ന, പിന്നെ ആകെ കിട്ടുന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഞാനത് വൈകി എണീക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വൈകി ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുകയുള്ളൂ. സോ നിങ്ങൾക്ക് നേരത്തെ എണീക്കുന്ന ആൾക്കാരാണ് സൺഡേസിലെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്, നേരത്തെ ഫുഡ് കഴിക്കുന്നത്. ഗൈസ്, അതായത് 2-3 ദിവസത്തിൻ്റെ മുന്നേ ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കാണിച്ചു തരാം. അത് നിങ്ങൾ തീപിടിച്ചിട്ട് ബിൽഡിങ്ങിൻ്റെ ഒരു സൈഡ് ആകെ കരിഞ്ഞു പോയതാണ്. ഇവിടെ ഒരു ഷെഡ് പോലെയുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ആ ഷെഡ് മൊത്തത്തിൽ കരിഞ്ഞു പോയി. എന്നിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ ഇവിടെയും കരി പിടിച്ചു. അപ്പോൾ ഇപ്പം നമ്മൾ കടയിലേക്ക് പോവാണ് ദോശമാവ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ വാങ്ങി വെച്ചാൽ മതിയായിരുന്നു, പക്ഷേ വിചാരിച്ചു ഗൈസ്, അവിടെ നിന്ന് കുറേ പട്ടികൾ കുരയ്ക്കുന്നുണ്ട്. അപ്പം നമുക്കിപ്പോൾ കുരയ്ക്കേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. വേറെ എന്താ പറയുക, 45 രൂപയാണ് ഇവിടെ ദോശ ബാറ്ററിന്. ഇവിടെ മാത്രമല്ല, മീൻസ് നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ ബാക്കിലേക്ക് ആക്കിയിട്ട് നിങ്ങളോട് പറയണേന്ന്. അപ്പോൾ എല്ലായിടത്തും 45 രൂപ തന്നെയാണ്. ഇത് എന്താ പറയുക, ഉണ്ടാക്കിയത്, അതായത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഒരു തമിഴ് സ്ഥലത്തു നിന്നാണ്. കാര്യം തമിഴിലൊക്കെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല, കാര്യം തമിഴിലാണ് നെയിം വന്നിരിക്കുന്നത്. സോ എനിക്ക് തമിഴ് പറയുന്നത്രേ ഉള്ളൂ, എഴുതാനും വൈകാനറിയില്ല. അപ്പോൾ ഞാൻ ആ സാധനം വാങ്ങിച്ചു, ഐ മീൻ ബാറ്റർ വാങ്ങിച്ചു. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ വാങ്ങിച്ചില്ല. കാര്യം ഇനി ഞാൻ വെജിറ്റബിൾസ് വാങ്ങിക്കാൻ നിന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ ലേറ്റാവും.
മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തോരം സമയം പിടിക്കുന്നുള്ളത്. കാര്യം അതിൻ്റെ മസാല ഉണ്ടാക്കാൻ തന്നെ കുറച്ച് ടൈം വേണം. പിന്നെ ചട്നി ഉണ്ടാക്കാൻ എളുപ്പമാണ്. ശരിക്കും മസാല ദോശേൻ്റെ കൂടെ സാമ്പാർ വേണം എന്നാണ്. ബട്ട് ഡ്യൂ ടു സമയക്കുറവ് ആൻഡ് ഉണ്ടാക്കാനുള്ള മടി, അത് രണ്ടും കൊണ്ടും നമ്മളിപ്പോൾ സാമ്പാർ ഉണ്ടാക്കണില്ല. ദോശയും പട്ടിയല്ല, കുറേ ചട്ടികളുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ പട്ടികൾ ഭയങ്കര പേടിയാണ് ഗൈസ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഭയങ്കര പേടിയാണ് എനിക്ക്. ഐ എം നോട്ട് എ പെറ്റ് ലവർ ബട്ട് മൈ അപ്പു ഈസ് എ വെരി 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 ഗുഡ്. എന്തൊക്കെ ഞാൻ പറയുന്നത്, അവന് പട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലൊരു പട്ടിയുണ്ട്. എനിക്ക് ഭയങ്കര രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത് 11:30 മണി ഉണ്ടാവും. 11:30 ഉണ്ടാവില്ല, 10:30 10:45 ഉണ്ടാവും. ഏകദേശം ആ ഒരു ടൈമാണ്. പക്ഷെ അപ്പു ബേക്കിൽ കിടന്നുറങ്ങുന്ന ആ ചുരുണ്ടുകൂടി കിടക്കുന്ന യുവ വേണു അപ്പു, അവൻ എണീച്ചിട്ടുണ്ടല്ലേ, തലേന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നതുകൊണ്ട് പാവം കിടന്നുറങ്ങുകയാണ്. അപ്പം ഞാൻ കഴിച്ചു. കാര്യം എനിക്ക് വിശന്ന് എത്ര നേരം ഞാൻ ഇരിക്കുക അവനെ നോക്കിയിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു കുല സ്ത്രീയല്ല. ഞാൻ വിശന്നാലും അപ്പം തന്നെ ഞാൻ എടുത്ത് കഴിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഫുഡൊക്കെ കഴിക്കുകയാണ്. മസാല ദോശയായിരുന്നു കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് ദോശയും ചമ്മന്തി പോലെ തോന്നുമെങ്കിലും അത് മസാല ദോശയാണ്. അത് പുളിപ്പ് കുറച്ച് കൂടുതലായിപ്പോയി ആ ദോശയ്ക്ക്. ഇവിടെ കിട്ടുന്ന ദോശയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശേൻ്റെ മാവൊക്കെ എന്ന് പറഞ്ഞാൽ പുളിപ്പ് കൂടുതലായി. അത് ഐ തിങ്ക് ഇഡ്ഡലിക്ക് കുറച്ചുകൂടി ബെറ്ററാണ് ആ ഒരു മാവ്. പക്ഷേ ദോശയ്ക്ക് അത്ര ഒരു മാവ് അത്ര സെറ്റല്ല, അത്ര ടേസ്റ്റ് ഇല്ല. ഈ ഓടുന്ന ഓട്ടം ബാത്റൂമിലേക്കാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാരായിരിക്കും ചോദിക്കും, അപ്പോൾ എന്തെങ്കിലും ഷർട്ട്ലെസ് ആയിട്ട് നടക്കുന്ന വീഡിയോയിൽ ഇത്. ഒന്നാമത് ഇവിടെ ഭയങ്കര ചൂടാണ് ഗൈസ്, അതുകൊണ്ടാണ് അവൻ മുകളിലത്തെ ബനിയനൊന്നും ഇടാത്തത്. പിന്നെ അവനിടയ്ക്കിടയ്ക്ക് പറയും, എന്താ പറയുക, വീഡിയോ ഇടുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ ഷർട്ടില്ലാതെ കുളത്തിലിടരുതെന്ന്. അപ്പം അതിനത്ര വലിയ സീനില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. കുറച്ച് ആൾക്കാരെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവില്ല, ഇവരെന്തെങ്കിലും ഷർട്ടൊന്നുമില്ലാതെ നടക്കുന്നതെന്ന്. ഷർട്ട് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ അവനങ്ങനെ ചൂടെടുത്തിട്ട് ഊരി വയ്ക്കുന്നതാണ്. സോ ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പാട്ട് പാടുന്നതാണ്, വേറെ ഒന്നുമല്ല. കുറച്ച് നാളായിട്ട് നമ്മുടെ സൂര്യയുടെയും ജ്യോതികയുടെയും ഒരു പാട്ടില്ലേ, ഒൻറാ രണ്ടാസികൾ, ആ പാട്ട് ഞാനിങ്ങനെ പാടി നോക്കി. യൂട്യൂബിൽ ഇട്ടിട്ടില്ല, ബട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു റീലായിട്ട്. അപ്പോൾ ഉടനെ ഞാൻ യൂട്യൂബിൽ വിടുന്നതായിരിക്കും. അപ്പോൾ അത് ഞാൻ പാടിയിട്ട് ഇങ്ങനെ വെറുപ്പിക്കുന്നതാണ്. ഞാൻ തന്നെ ഇങ്ങനെ പാടി ഞാൻ തന്നെ ഇങ്ങനെ എന്നോട് വെറുപ്പിക്കുക. അങ്ങനെയല്ല കേസ്, എനിക്ക് ശരിക്കും പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത്ര വലിയ വാനം പാടിയൊന്നുമല്ല, എന്നാലും എന്താ പറയുക, കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഭയങ്കര അരോചകം ഉളവാക്കുന്നതാണെങ്കിലും ഞാൻ പാടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും സഹിക്കണമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് യൂഷ്വലി ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടാനായിട്ട്. അതുപോലെ 1-2 ആൾക്കാർക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ ഞാൻ നന്നായിട്ട് പാടുന്നുണ്ടെന്ന്. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മൂഡ് തോന്നുമ്പോൾ ഒക്കെ പാടും. അത് ആക്ച്വലി എൻ്റെ ഒരു സ്ട്രെസ് റിലീഫ് പോലെയാണ്. ചില ആൾക്കാർക്ക് ഡാൻസ് കളിക്കുന്നതായിരിക്കും ഒരു സ്ട്രെസ് റിലീഫ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ മൂഡ് വരുന്ന സമയത്ത് പാട്ട് പാടുക എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി പോസ്റ്റ് ചെയ്തു. പിന്നെ ആസ് യൂഷ്വൽ രാത്രി നമ്മളൊന്ന് പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചു. പിന്നെ തിരിച്ച് വന്നു, റൂമിലിരുന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളെ കാണിച്ചില്ല, എന്താ വെച്ചാൽ എന്നും ഒരേപോലെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലെന്ന് കരുതിയിട്ട് ഞാനത് ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ എത്രയേ ഉള്ളൂ ഗൈസ്, എൻ്റെ ഇന്നത്തെ സൺഡേ വ്ലോഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കുട്ടി വ്ലോഗാണ്, ഒരു 9-10 മിനിറ്റ് എങ്ങാനുള്ള ഒരു കുട്ടി വ്ലോഗാണ്. അപ്പോൾ എന്താ പറയുക, ഇത്രയും നേരം എന്നെ സഹിച്ചതിനും താങ്ക്സ് എലോട്ട്. തുടർന്നും എന്നെ സഹിക്കാനുള്ള മനക്കെട്ടി നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഗൈസ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ഫ്രം ലിറ്റിൽ ടോക്സ് വിത്ത് അർച്ചന. അങ്ങനെയല്ലല്ലോ, സൈൻ ഫ്രം ലിറ്റിൽ ടോക്സ് വിത്ത് അർച്ചന. ബൈ.